ഹലോ, ഒരുപാട് പേര് കുഞ്ഞാറ്റയുടെ ഒരു സ്റ്റഡി ടേബിളിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ അത് തന്നെ ആയിക്കോട്ടെ. അപ്പൊ ഒരു ചെറിയ കഥ അങ്ങോട്ട് പറയാം അല്ലേ. പണ്ട് എനിക്ക് ഇങ്ങനെ ഇരുന്ന് പഠിക്കാൻ ഒരു സ്റ്റഡി ടേബിൾ ഒന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ ആകെക്കൂടെ ഉള്ളത് ഒരു ഡൈനിങ് ടേബിൾ ആണ്. അവിടെ ഇരുന്ന് എഴുതും പഠിക്കുകയും ചെയ്യാന്ന് വിചാരിച്ചാൽ ടി വി ഉണ്ട്. 7 മണി മുതൽ 10 മണി വരെ അമ്മ സീരിയലിന്റെ ആളാണ്. അപ്പൊ പിന്നെ അത്യാവശ്യം കട്ടുള്ള ഒരു കാർഡ്ബോർഡിന്റെ ബോക്സ് കിട്ടിയപ്പോൾ അത് തിരിച്ചിട്ടിട്ട് ഞാൻ അതിന്റെ സ്റ്റഡി ടേബിൾ ആക്കി. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോ ടേബിൾ എല്ലായിട്ട് പഠിക്കാതിരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ ഒരു ടേബിളൊക്കെ വാങ്ങി തന്നു കേട്ടോ. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുന്ന കുട്ടികളുള്ള വീടാണെങ്കിൽ അവരുടെ സ്കൂൾ സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പ്രൈവറ്റ് ഏരിയ എന്ന് പറയുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ അമ്മ എറേസർ എവിടെ, ബുക്ക് എവിടെ, കളർ എവിടെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് കുട്ടികൾ നമ്മളെ പുറകെ തന്നെ ആയിരിക്കും. കുട്ടികളെ സ്കൂളിൽ ചേർത്തുന്ന സമയത്ത് തന്നെ ഒരു ടേബിളിൽ ഇങ്ങനെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചു കൊടുക്കണം. എടുക്കുന്ന സാധനങ്ങളൊക്കെ അതുപോലെ തന്നെ ഓർഗനൈസ്ഡ് ആയിട്ട് തിരിച്ചു വെക്കാനും അവർക്ക് പറഞ്ഞു കൊടുക്കണം. തന്റെ സാധനങ്ങളൊക്കെ നീറ്റായി അടുക്കി പെറുക്കി വെക്കുക എന്നുള്ള ഈ ഒരു ശീലം ഉണ്ടല്ലോ, അത് കൊച്ചു കുട്ടിയാകുമ്പോൾ തന്നെ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് വളരെ നല്ലതാണത്. ചിലയിടത്തൊക്കെ കണ്ടിട്ടില്ലേ, സ്കൂൾ വിട്ട് വന്നാൽ ബാഗ് വലിച്ചെറിഞ്ഞു, ലഞ്ച് ബോക്സ് ഒരിടത്ത്, സോക്സ് ഒരിടത്ത്, ചെരുപ്പ് ഒരിടത്ത്, ബുക്സ് ഒരിടത്ത്, എന്നിട്ട് പിറ്റേ ദിവസം സ്കൂളിൽ പോകാൻ നേരത്ത് ഈ ബുക്സും പെൻസിലും പേനയും റേസറും ഒക്കെ തപ്പി നടക്കൽ നമ്മുടെ അമ്മമാരുടെ ഡ്യൂട്ടിയാണ്. കുഞ്ഞാറ്റയുടെ ബിലോങ്ങിങ്സ് ഒക്കെ അവൾ തന്നെ സൂക്ഷിച്ചു വെക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇങ്ങനെ ഒരു സ്റ്റഡി ടേബിൾ അവൾക്ക് ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തത്. ഇപ്പൊ അവൾ ചെറിയ കുട്ടിയാണല്ലോ, അതിനനുസരിച്ചിട്ടുള്ള ക്യൂട്ട് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെയാണ് ഇപ്പൊ ഇതിനകത്ത് ഇരിക്കുന്നത് കേട്ടോ. ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതും കുഞ്ഞാറ്റ തന്നെയാണ്. ഇനിയിപ്പോ എന്തെങ്കിലും അവളുടെ ശ്രദ്ധ കുറവുകൊണ്ട് നിലത്ത് എവിടെയെങ്കിലും വീണ് നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ നല്ല വഴക്കും കൊടുക്കാറുണ്ട്. ഇതെന്താ സംഗതി എന്നറിയോ, ഇത് സ്ലേറ്റ് വാങ്ങിക്കാനുള്ള 2 ഐറ്റംസ് ആണ് കേട്ടോ. പൗഡർ പഫ് ആണ്, മറ്റേത് പിന്നെ തുണി വെച്ചിട്ട് ഞാൻ കൈ കൊണ്ട് തുണി ഉണ്ടാക്കി കൊടുത്തതാണ്. പിന്നെ കുറച്ച് പേര് ഈ ഒരു ബുക്കിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സ്കൂളിൽ നമ്മൾ UKG-യിലേക്കുള്ള ബുക്സ് വാങ്ങുമ്പോൾ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ബുക്കാണ്. ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഒരു വർക്ക്ഷീറ്റ് പോലെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. അത് നമ്മൾ കുട്ടികളെ വെച്ച് ചെയ്യിക്കുക. ഇപ്പൊ പിന്നെ വെക്കേഷൻ ആയതുകൊണ്ട് ഈ ബുക്സ് വെക്കുന്ന ഭാഗത്തൊക്കെ ഡ്രോയിങ് ബുക്സും അതുപോലെ തന്നെ സ്റ്റോറി ബുക്സ് ഒക്കെയാണ് ഇരിക്കുന്നത്. ഇത് കുഞ്ഞാറ്റക്കുട്ടി വരച്ച ചിത്രങ്ങളാണ് കേട്ടോ. നോക്കി, ഞങ്ങളുടെ ഫാമിലി പിക്ചർ കുഞ്ഞാറ്റ വരച്ചതാണ്. ഇതും അവൾ വരച്ചുകൊണ്ടിരിക്കുന്ന പിക്കാണ്. ഇത് മുഴുവനായിട്ടില്ല, മുഴുവനായിട്ട് ഞാൻ പിന്നെ വേറൊരു വീഡിയോയിൽ കാണിക്കാം. പിന്നെ ഈ പെട്ടെന്ന് എടുക്കുന്നതിന് വേണ്ടുന്ന ചെറിയ ചെറിയ സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. 1ാം ക്ലാസ്സിലേക്കുള്ള ബുക്സ് ഒക്കെ കിട്ടിയിട്ടോ. അപ്പൊ ഞാനതൊന്നും കവറൊന്നും ചെയ്തിട്ടില്ല, അതേപോലെ തന്നെ എടുത്ത് വെച്ചേക്കുവാണ്. ഞാൻ ജസ്റ്റ് ഈ ബുക്സ് ഒക്കെ ഒന്ന് മറിച്ചു നോക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ 5ാം ക്ലാസ്സിലുള്ള സമയത്ത് പഠിച്ച സംഭവങ്ങളാണല്ലോ ഇവർ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചു കേട്ടോ. ബുക്സിനകത്തുള്ള കാര്യങ്ങൾ മാത്രമല്ല, നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് 5ാം ക്ലാസ്സിലായിരുന്നില്ലേ ഹിന്ദി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ 1ാം ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യും അല്ലേ. നമ്മളൊക്കെ വയസ്സായി. പിന്നെ ഇവിടെ ആയിട്ട് കുഞ്ഞാറ്റക്കുട്ടിയുടെ കുറെ ഫോട്ടോസ് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവൾ ടൈം ടേബിളിനെ പറ്റി പറയുമെന്ന്. ഇത് സിമ്പിൾ ആണ്, കമ്പ്യൂട്ടറിൽ ഇങ്ങനെ ഒരു പേജ് ഡിസൈൻ ചെയ്തതിന് ശേഷം അത് പ്രിന്റ് ഔട്ട് എടുത്താൽ മതി. അപ്പൊ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.